ഒരു മകൻ, നമുക്കാരെ വിശ്വസിക്കണം എന്നറിയില്ല. അമ്മ പറഞ്ഞു, അവൻ വെട്ടിയിട്ടല്ല എൻ്റെ തലയ്ക്ക് പരിക്കേറ്റത്, ഞാൻ കട്ടിലിൽ നിന്ന് വീണിട്ടാണ്. അമ്മ അങ്ങനെ പറയാനുള്ള കാരണം മക്കളോടുള്ള വാത്സല്യം ഏതൊരമ്മയ്ക്കും ഒരു ഉമ്മയ്ക്കും ഒരു മമ്മിക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് സ്വന്തം സഹോദരനെ കൊന്നാണ്, സ്വന്തം ഇളയപ്പയെ കൊന്നാണ്, സ്വന്തം അനിയനെ കൊന്നാണ് ഈ മകൻ വന്നിരിക്കുന്നത് എന്ന് ഉമ്മാക്കറിയാത്തത് കൊണ്ട് ഭരണകൂടത്തിന്റെ മുമ്പിൽ മകനെ രക്ഷിക്കാൻ അവർ പറഞ്ഞ വർത്തമാനം, ഞാൻ കട്ടിലിൽ നിന്ന് താഴെ വീണപ്പോൾ എൻ്റെ തലക്കേറ്റ പരിക്കാണ് എന്നാണ്. 7 കൊല്ലമായി പ്രവാസിയാണ് അദ്ദേഹത്തിന്റെ പിതാവ് എന്നാണ് പറയുന്നത്. കടങ്ങളുണ്ട്, പക്ഷെ അദ്ദേഹം അവിടെ വന്ന് പറയുന്നത് എനിക്ക് കടങ്ങളില്ല, കഠിനാധ്വാനം ചെയ്തവനാണ് ഞാൻ, എൻ്റെ മകൻ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. ഈ അഫ്ഫാനെ രൂപപ്പെടുത്തിയത് അമ്പാന്മാരുടെ കാലമാണിത്. ആവേശം എന്ന് പറയുന്നത് എടാ അമ്പാനെ എന്നാണ് വിളിക്കുന്നത്. മനുഷ്യന്റെ പേരൊക്കെ മാറ്റിയിട്ട് അപകടകരമായ പേരുകൾ ആളുകൾക്ക് ചാർത്തി കൊടുക്കുന്ന, ആളുകളുടെ മുകളിൽ ചുമത്തി കൊടുക്കുന്ന ഒരു കാലത്തും കൂടിയാണ് നമ്മളുള്ളത്. അഫ്ഫാൻ എന്ന് പറയുന്നവന് അർത്ഥം, അറബിയിൽ അർത്ഥം വിട്ടുവീഴ്ച ചെയ്യുന്നവൻ, ലാളിത്യമുള്ളവൻ, കാരുണ്യമുള്ളവൻ, ആ സോഫ്റ്റ്നെസ്, ആ നല്ല മിനുസമുള്ളവൻ എന്നൊക്കെയാണ് ആ പദത്തിന്റെ അർത്ഥം. ഇവൻ കയറി വന്നിട്ട് സ്വന്തം ഉമ്മയുടെ ഉമ്മയെ, സ്വന്തം ഉപ്പയുടെ സഹോദരനെ, പിന്നെ ഒരു ഗേൾ ഫ്രണ്ടും ഉണ്ട്. അതിന്റെ രസതന്ത്രം എനിക്കറിയില്ല. ഗേൾ ഫ്രണ്ട്, പെൺഫ്രണ്ട്, അങ്ങനെ ഒരു സാധനം ഉണ്ടോ? അതിന്റെ ധാർമ്മികതയും യുക്തിയിലേക്ക് നമ്മൾ കടന്നു പോകണ്ട. പെൺഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് വിവാഹ ഉടമ്പടിയിലൂടെ അല്ലാതെ ഒരു പെണ്ണുമായി ഒത്തുപോകാൻ, പിന്നെ ജോലി തൊഴിലേക്കായിട്ട് ബന്ധപ്പെട്ട കമ്പനി ഓഫീസിലൊക്കെ ഉള്ള ബന്ധങ്ങളല്ലാതെ വേറെ ഒരു ഫ്രണ്ട് ഏതെങ്കിലും മതവേദ ഗ്രന്ഥങ്ങൾ, ഏതെങ്കിലും ദൈവിക ദർശനങ്ങൾ അനുമതി കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവൻ വിളിച്ചാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന പെണ്ണ്, ആ പെണ്ണിനെയും അവൻ കൊണ്ടുപോയിട്ട് ഈ അഫ്ഫാനെ സൃഷ്ടിച്ചത് ആരാണ്? ഞാൻ പറയുന്നത്, ഇത്രയും ആസുരമായ ഒരു കാലത്ത് ഇരുള്, വെളിച്ചം കൊണ്ട് കണ്ണ് കാണാൻ കഴിയാതാകുന്ന, കണ്ണിലേക്ക് വെളിച്ചം കയറി വന്നാൽ പിന്നെ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഭൗതികതയുടെ പളപളപ്പും പുളപുളപ്പും അതിൻ്റെ എല്ലാ അതിരുകളില്ലാതെയുള്ള കടന്നുവരവുകളും നമ്മുടെ മനസ്സിനും മസ്തിഷ്കത്തിനും ഇരുട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന, നമ്മളെ അന്ധരാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് വിശുദ്ധ റമദാനിന്റെ ഈ ഒരു സന്ദർഭത്തിൽ ഒരുമിച്ചുകൂടി റമദാനിനെ അനുസ്മരിക്കാനും റമദാനിന്റെ ഒരു ഒരുമിച്ചിരുന്നുകൊണ്ട് നമ്മളിലുള്ളതിനെ കൈമാറ്റം ചെയ്യാനുമൊക്കെ ശ്രമിക്കുന്നത് ഏറ്റവും അഭിനന്ദനീയമായ, സന്തോഷകരമായ ഒരു കർമ്മമാണ്. അത്തരം ഒരു പ്രവർത്തനത്തിനാണ് KIG ഇതിൽ നേതൃത്വം നൽകിയിട്ടുള്ളത്. വിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അർത്ഥം ഉണക്കുക, കരിക്കുക എന്നാണ്. ഒന്നിനെ ഉണക്കുക, വസ്ത്രമൊക്കെ ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കഴുകേണ്ടി വരും. കഴുകി കഴിഞ്ഞിട്ട് ഉണക്കിയെടുക്കേണ്ടി വരും. മാലിന്യങ്ങൾ വീണ്, അതുപോലെ തന്നെ കറയും കലർപ്പുകളുമൊക്കെയായി നമ്മുടെ വസ്ത്രങ്ങൾ മലിനമാകുമ്പോൾ അതിനെ നമ്മൾ നനച്ച് പിഴിഞ്ഞ് എന്നിട്ട് നമ്മൾ ഉണക്കുമ്പോൾ ഉണ്ടാകുന്നത്, മനുഷ്യന്റെ മനസ്സിനെ നനക്കുകയും എന്നിട്ട് അവനെ ഉണക്കിയെടുക്കുകയും, ഉണക്കി കഴിഞ്ഞാലുള്ള ഗുണം എന്താ? കേട് വരാതെ, ഒരു വൈറസും ബാക്ടീരിയയും ഒരു മാലിന്യങ്ങളും അതിലേക്ക് കയറാതെ കൂടുതൽ കാലം നിലനിൽക്കാനുള്ള ശേഷി അതിനുണ്ടാകും. സൗമ് എന്നാണ് അറബിയിൽ നോമ്പിന് പറയുക. കുതിരയെ പരിശീലിപ്പിക്കുന്നതിന്, യുദ്ധത്തിന്, പന്തയത്തിന് കുതിരയെ പരിശീലിപ്പിക്കുന്നതിനാണ് അറബിയിൽ ശരിക്കും സൗം എന്ന് പറയുന്നത്. ഏത് പ്രതിസന്ധികളെയും നേരിടാൻ, ഏത് ആയുധങ്ങളുടെ മുമ്പിലേക്കും കുതിച്ചിറങ്ങി ചെന്ന് സ്വന്തം ദൗത്യം നിർവഹിക്കാൻ മനുഷ്യരങ്ങനെ ബന്ധിച്ചു നിർത്തുക, അതുപോലെ തന്നെ മൂർധന്യാവസ്ഥയിൽ എത്തുക, അതുപോലെ തന്നെ കെട്ടിപ്പിടിച്ചു നിൽക്കുക, പുറത്തു പോകാത്ത വണ്ണം ഉറച്ചു നിൽക്കുക. ഇതൊക്കെയാണ് അറബിയിൽ സൗം എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഉണ്ട് വ്രതം. ഹൈന്ദവ, ക്രൈസ്തവ, ബൗദ്ധ, ഇസ്ലാമിക ദർശനങ്ങൾ. വിശുദ്ധ ഖുർആൻ അങ്ങനെ പറഞ്ഞു, കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. നിങ്ങൾക്കുമുള്ള ക്രൈസ്തവർക്കും യഹൂദർക്കും അതുപോലെ തന്നെ ബുദ്ധ, ജൈന സകല വേദങ്ങളിലും വ്രതം നിർബന്ധമാക്കപ്പെട്ടിരുന്നു. എന്താണ് അതിന്റെ അടിസ്ഥാനം? നിങ്ങൾ മൂല്യമുള്ളവരാകാൻ, നിങ്ങൾ നന്മയുള്ളവരാവാൻ, നിങ്ങൾ നീതിക്കും സത്യത്തിനും വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നവരാകാൻ. ഞാൻ അവസാനിപ്പിക്കുന്നു. അത്തരം ഒരു സൗമ്യന്റെ ഇന്നെല്ലാം കെട്ടുകാഴ്ചകളാണ്, ആചാരങ്ങളാണ്, അനുഷ്ഠാനങ്ങളാണ്. പ്രതീകങ്ങൾ ഗംഭീരമാവുകയും അതിന്റെ മൂല്യങ്ങൾ അകത്തു നിന്ന് തുരന്നെടുക്കപ്പെടുകയും, ജീവൻ നഷ്ടപ്പെട്ട ജഡം പോലെ നമ്മുടെ നോമ്പും നമ്മുടെ ഹജ്ജും നമ്മുടെ തീർത്ഥാടനങ്ങളും നമ്മുടെ ദൈവപ്രാർത്ഥനകളും നമ്മുടെ എല്ലാ കാര്യങ്ങളും അങ്ങനെ മാറ്റിയെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഉള്ളറകളിലേക്കും യാഥാർത്ഥ്യങ്ങളിലേക്കും മർമ്മങ്ങളിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് മനുഷ്യന് വേണ്ടി, മനുഷ്യത്വത്തിന് വേണ്ടി, ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി എത്രമാത്രം നല്ല മനുഷ്യനായിട്ട് എനിക്ക് മാറാൻ കഴിയുമോ അതിലേക്ക് എന്നെയും നിങ്ങളെയും ഒക്കെ കൈപിടിച്ചുയർത്തുന്നതാവട്ടെ നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ പ്രമാണങ്ങളും നമ്മുടെ പ്രയോഗങ്ങളും നമ്മുടെ പ്രബോധനങ്ങളും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ വിശുദ്ധ റമദാനിൽ KIGയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നിങ്ങൾക്കെല്ലാം റമദാനിന്റെ ഹൃദ്യവും സ്നേഹോഷ്മളവുമായ അഭിവാദ്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ അറിയിച്ചുകൊണ്ട് ദൈവം തമ്പുരാൻ, ഈശ്വരൻ, അള്ളാഹു നമ്മെ, നമ്മുടെ വീടുകളെ, നമ്മുടെ അമ്മ, ഉമ്മ, മമ്മി
നമ്മുടെ മക്കൾ, നമ്മുടെ ഇണകൾ, നമ്മുടെ നാട്, നമ്മുടെ സമൂഹം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.